നമ്മൾ നേരത്തെ വീഡിയോയിൽ മെഴ്സിഡീസിന്റെ SLSനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്കപ്പോൾ ഇത്തവണ SLRനെ കുറിച്ച് പറയാം. SLR മെക്ലാരൻ. ഈ ഒരു കാർ നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയിമുകളിലൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ ജോയിന്റ് ഡെവലപ്പ് ചെയ്തിരിക്കാൻ മെഴ്സിഡീസ് ബെൻസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ് ആയ മെക്ലാരനും കൂടി ജോയിന്റ് ഡെവലപ്പ് ചെയ്തൊരു കാറാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഫോർമുല 1 ലെജൻഡറി ടീമായ മെക്ലാരനും അതുപോലെ തന്നെ മെഴ്സിഡീസിന്റെ പെർഫോമൻസ് ആയ AMG തമ്മിലുള്ള ഒരു സഹകരണം. ഫോർമുല 1 ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാറ് ഇവർ രണ്ടുപേരും കൂടി 2003 കൊണ്ടുവന്നതായിരുന്നു. ഇതിന്റെ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ 300 SLRനെ ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂപ്പ റോഡ്സ്റ്റർ അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ സ്പീഡ്സ്റ്റർ ബോഡി സ്റ്റൈലിലൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനം നിർമ്മിച്ചിരുന്നത്. ഈ ഒരു കാറിന്റെ ഡെവലപ്മെന്റ് സമയത്ത് മെക്ലാരൻ ഗ്രൂപ്പ് ഏകദേശം 40% ഓൺ ചെയ്തിരുന്നത്. ഇത് മാത്രമല്ല മെഴ്സിഡീസ് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ജർമ്മനിൽ ബിൽഡ് ചെയ്ത് അത് ഇംഗ്ലണ്ടിലേക്ക് ഷിപ്പ് ചെയ്ത് മെക്ലാരന്റെ ഫാക്ടറിയിൽ വെച്ചാണ് ഫിറ്റ് ചെയ്തിരുന്നത്. കൂടാതെ വാഹനത്തിൽ 3 ലെയർ കാർബൺ ഫൈബർ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ ബോഡി തന്നെയായിരുന്നു ഇതിൽ ഘടിപ്പിച്ചിരുന്നത്. SLR എന്ന് പറഞ്ഞാൽ സ്പോർട്ട് ലൈറ്റ് റേസിംഗ് എന്നതായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. ഈ ഒരു വാഹനത്തിൽ കരുത്ത് പകരുന്നത് 5.4 ലിറ്റർ ഹാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള ഓൾ അലൂമിനിയം V8 എഞ്ചിനാണ്. ഇത് ഏകദേശം 617 HP കരുത്താണ് പുറപ്പെടുപ്പിക്കുന്നത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്നത് 208 മൈൽ പെർ അവർ ആയിരുന്നു. കൂടാതെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 2003 തൊട്ട് 2010 വരെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാർബൺ സെറാമിക് ഡിസ്ക്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് സെൻസട്രോണിക് ബ്രേക്ക് കൺട്രോൾ യൂണിറ്റ്സ് ആയിരുന്നു ഈ ഒരു വാഹനത്തിൽ നൽകിയിരുന്നത്. അത് ഒട്ടേറെ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമായിരുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയായിരുന്നു നൽകിയിരുന്നത്. അതായത് ഏത് വെറ്റ് വെതർ കണ്ടീഷനിലും കാലിബസ് ഓട്ടോമാറ്റിക്കലി ഡിസ്ക് സർഫസിനെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. അതിനാൽ ഇത് കൂടുതൽ ഡ്രൈവ് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഡ്രൈവ് നൽകും. ഈ ഒരു വാഹനം ഏകദേശം 2157 മാത്രമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കാറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക.